ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാടിന്റെ സംസ്കാരം, പാരമ്പര്യം, അതിന് എല്ലാ കാലത്തും ഉയർന്ന മൂല്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലല്ല, വിദേശ രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് യോഗ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പുച്ഛമാണ്. പക്ഷെ സായിപ്പിന് യോഗ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. ഞാൻ വെറുതെ പറയില്ല. ഇപ്പൊ യോഗയിൽ TTC ഉള്ള ഒരാളുടെ വില അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വിദേശത്തോട്ട് പോകണം. ഇവിടെയുള്ള നമ്മുടെ ജെൻസി കുട്ടികളെല്ലാം വിദേശത്തോട്ട് പോയിട്ട് അവർ ഈ എന്താ അവിടെയുള്ള ഏറ്റവും തുക്കടാ ജോലികൾ. ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചതേ ഉള്ളൂ. അതായത് ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് UK ജീവിത സാഹചര്യം എന്ന് പറഞ്ഞ അയാൾ ഇട്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്ലംബർക്ക് എത്ര രൂപ കിട്ടും, നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ട്രീഷ്യൻ എത്ര രൂപ കിട്ടും, അയാൾക്ക് സെക്യൂരിറ്റി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ UK ഇത്ര രൂപ കിട്ടും, ആ രൂപ വെച്ചിട്ട് ഐഫോൺ എടുക്കാം, മറ്റേ നിങ്ങൾക്ക് ലക്ഷറി ലൈഫ് നയിക്കാം. പ്ലംബറുടെ, ഇലക്ട്രീഷ്യന്റെയും പിന്നെ ഈ ബേബി സിറ്റിങ്ങിന് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, ഫൈൻ, നല്ല കാര്യം. ഏത് രാജ്യത്തും ജോലി ചെയ്ത് ജീവിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതല്ലാതെ വേറൊരു വേൾഡ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേൾഡ്. ഉദാഹരണം, യോഗ, കളരി, ആയുർവേദം, ഇതൊക്കെ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവര് പോകണ്ട, അവരിവിടെ ഇരുന്നാൽ മതി, അവരെ വന്ന് കൊണ്ടുപോയിക്കോളും. ഈ വിദേശ രാജ്യത്തെ പല പ്രമുഖരും സായിപ്പന്മാരും അങ്ങനെ പല പല ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളും. അതൊരു വേറൊരു വലിയ വേൾഡാണ്, അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു വേൾഡാണ്. നമ്മുടെ നാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ ഈ നിരീശ്വരവാദികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ ഒരു കാര്യമില്ല, ഇത് സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നത് കൊണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ജെൻസി കുട്ടികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പാരമ്പര്യവും മൂല്യങ്ങളും എടുത്ത് എന്താ പറയുക, അപ്പൊ യോഗയായിരുന്നാലും ശരി, അഷ്ടലക്ഷ്മി ഉപാസനയായിരുന്നാലും ശരി, യോഗയിലെ സുദർശന ക്രിയയായിരുന്നാലും ശരി, ഇതൊക്കെ എടുത്തുകൊണ്ടുപോയി പഠിച്ച് യോഗയിൽ ഒരു TTC ഒക്കെ എടുത്ത് യോഗ ടീച്ചറായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ സ്കോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. പിന്നെ അവർക്ക് ഇരിക്കാൻ സമയമില്ല. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് അവര് സായിപ്പന്മാരെ യോഗ പഠിപ്പിച്ച് അവർ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ജെൻസിക്കിടയിൽ ഇപ്പോൾ ആ ഒരു ബോധം എവിടെയോ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സംസ്കാരവും പാരമ്പര്യവും ഒന്നും അത്ര മോശമല്ല എന്നുള്ള ഒരു തോട്ട് അവർക്കിടയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ ജെൻസി അല്ല, ഞങ്ങൾ ജൻ രാമഭക്താണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഈ ജെൻസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ജൻ രാമഭക്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വലിയ ഒരു ട്രെൻഡാണ് ഭജൻ ക്ലബിംഗ്. ഭജൻ, ഈ ഭജൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭജൻ, നമ്മൾ ഈ ഭജൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു കാലത്ത് ഈ ഭജൻ ഒക്കെ കവച്ചു വെച്ചുകൊണ്ട് ഗസൽ കേൾക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് വലിയ ട്രെൻഡിങ് ആയിരുന്നു. അത് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഞാൻ മറ്റേ ഗസൽ കേൾക്കുന്ന വ്യക്തിയാണ്. ഗസൽസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഗസൽ മർജ ഗസൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമായിട്ട് പല ആൾക്കാർ രംഗത്തെത്തിയിരുന്നു. പിന്നെ ഈ ഭജൻ എന്നൊക്കെ കേൾക്കുമ്പോൾ മറ്റേ ഈ പല ജെൻസി കുട്ടികളുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഒരു ഡോലക്കും പിന്നെ ഒരു മറ്റേ മണി അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ചിങ് ചിങ് എന്നടിക്കുന്ന സാധനം വെച്ചിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ പാടി ഒരു സൈഡിൽ മൂലയിൽ കുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഇതിന്റെ നൂതനമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു സാധ്യത എന്താണ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ ഭജൻ ക്ലബിംഗ് എന്ന് പറഞ്ഞ് ഈ സംഭവം രാജ്യമെമ്പാടും, കേരളത്തിൽ അത് തരംഗമായി വരുന്നുണ്ട്, രാജ്യമെമ്പാടും ഇത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭജൻ ക്ലബിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ MG ശ്രീകുമാറിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. ആ ഗാനമേളയിൽ ഞാൻ MG ശ്രീകുമാറിന്റെ ഗാനമേള ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ യാദൃശികമായിട്ട് അതുവഴി പോയതാണ്, ആക്സിഡന്റലി പോയതാണ്. അപ്പൊ ഞാൻ ഈ ഗാനമേള കണ്ടു. വളരെ അടുത്ത് നിന്ന് MG ശ്രീകുമാറിനെ കാണാനും ആ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് തന്നെ ആ ഗാനമേള വീക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഞാനിപ്പോ ഇങ്ങനെ നോക്കുകയാണ്, ആരാണ് ഇവിടെ ഉള്ളത്, മൊത്തത്തിൽ ആരാണ് ഇവിടെ പാട്ട് കാണാനായിട്ടുള്ളത് എന്ന് വീക്ഷിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കൂടുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ, വാർദ്ധക്യം ബാധിച്ച ആൾക്കാർ. പക്ഷെ അല്ല, അവിടെ വന്ന് നിൽക്കുന്നത് മുഴുവൻ ഈ ജെൻസി പിള്ളേരാ ഈ ഗാനമേള കാണാൻ.
എം ജി ശ്രീകുമാർ ആക്ച്വലി ഈ സാമവേദം നാവിലുയർത്തിയ സ്വാമിയൊക്കെ പാടുമ്പോ അവർക്കുണ്ടാകുന്ന അവരുടെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരോ സംഗതികൾ പുള്ളി എടുക്കുമ്പോ ഒമ്പോ എന്നൊക്കെ പറഞ്ഞാണ് തലേക്ക് ഇങ്ങനെ കൈവയ്ക്കുന്നത്. ലൈവാണിത് സംഭവം, ഈ കരോക്കെ ഒന്നുമല്ല, ലൈവ് ഇട്ട് പുള്ളി നമ്മുടെ മുമ്പിൽ നിന്ന് അങ്ങ് പാടുകയാണ് ഈ സാധനം. ആ വന്നിരിക്കുന്ന ജെൻസി കുട്ടികളാണെന്ന് ഞാൻ പറയുമ്പോഴും ബിജുചേട്ടൻ അവര് മറ്റേ എം ജി ശ്രീകുമാറിന്റെ ഗാനമേള ആയതുകൊണ്ട് തന്നെ അവര് വളരെ കുലീനമായിട്ട് നേരിയതൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. വളരെ മോഡേൺ ഡ്രസ്സിൽ ഈ സായിപ്പും മതാമയൊക്കെ അതുപോലെ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലത്തെ പിള്ളേരായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോ ഈ നമ്മുടെ നാട്ടിലെ ഈ സംസ്കാരം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഉയർന്നു വരുമ്പോൾ അതിൽ അസ്വസ്ഥതപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇത് ഒളിച്ചു കടത്തലാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അല്ല, ഇത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാർ, അവരുടെ ആൾക്കാരുടെ എണ്ണവും തുലവും തുച്ഛമാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പൊ എന്താണ് ഈ ഭജൻ ക്ലബിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി എന്ത് പരിവർത്തനമാണ് ഇത് മാറ്റാനായിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത്? ജെൻസി എന്തുകൊണ്ടാണ് ഇതിലോട്ട് അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? പക്ഷെ ഇന്ന് ലോകത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉറക്കം എഴുന്നേറ്റാൽ ഉറങ്ങുന്നവരെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ടെൻഷൻ റിലീസ് ചെയ്യുക അല്ലെ റിലാക്സ് ചെയ്യാൻ എന്ത് വേണം? മരുന്ന് കഴിക്കണോ, പ്രാർത്ഥിക്കണോ, എന്ത് വേണമെന്നറിയില്ല. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മളിലേക്ക് മടങ്ങുക എന്നുള്ളത് മാത്രമാണ് ടെൻഷൻ ഇല്ലാതെ അല്ലെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. വിപാസന സെന്ററുകളുണ്ട്. നമ്മുടെ ഗോയങ്കയാണ് ഈ ഇന്ത്യയിൽ വിപാസന സെന്ററുകൾ ആരംഭിച്ചത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ്. എല്ലാ സ്ഥലത്തുമുണ്ട്. 10,000-കണക്കിന് വിപാസന സെന്റർ ഈ രാജ്യം മുഴുവനുണ്ട്. ലക്ഷക്കണക്കിന് വിപാസന സെന്റർ ലോകം മുഴുവനുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ 10 ദിവസത്തെ കോഴ്സാണ്. ഈ നമ്മൾ കോഴ്സിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണും എല്ലാം അവിടെ ഇരിക്കുന്നവരുടെ റിസപ്ഷനിൽ കൊടുക്കണം. പിന്നെ നമുക്ക് ഫോണുമായിട്ട് ഒരു ബന്ധവുമില്ല, സംസാരിക്കാൻ പാടില്ല. 10 ദിവസവും മെഡിറ്റേഷൻ തന്നെയാണ്, ശ്വാസക്രമം തന്നെയാണ്, സംസാരമേ ഇല്ല 10 ദിവസം. അപ്പോ ഞാൻ ചോദിച്ചു, ഇതിന്റെ ഫീസ് എത്രയാണ് എന്ന് ചോദിച്ചു. ഫീസ് ഇല്ല. നമുക്ക് പോകുമ്പോൾ ഇഷ്ടമുള്ളത് എന്തെങ്കിലും കൊടുത്താൽ മതി. അത് 10 രൂപയെങ്കിൽ 10 രൂപ. അത് ഫുഡും തരും കേട്ടോ. ഇവര് കിടക്കാനുള്ള സൗകര്യം തരും. അപ്പം സ്വാഭാവികമാണ് നമുക്കൊരു ക്യൂരിയോസിറ്റി വന്നു. കാരണം ഇത് എല്ലായിടത്തും ഉണ്ട്. വളരെ ഇപ്പം ഞാനിപ്പോൾ ഓഫീസ് ഈ യോഗ സെന്ററുകൾ അടിച്ചു നോക്കിയപ്പോൾ എല്ലായിടത്തും വലിയ, ചെന്നൈയിലുമൊക്കെ തമിഴ്നാട്ടിലുമൊക്കെ വലിയ വലിയ സെന്ററുകളാണ്. ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് നോക്കുമ്പോൾ ഇവിടത്തേക്ക് ഈ വിദേശികള് വലിയ രീതിയിൽ എത്തുന്നുണ്ട്. അവർ മറ്റേ ഈ ഇവിടെ വന്നിട്ട് ഒരു വലിയ ബസ്സിൽ ടൂർ പാക്കേജേഴ്സ്, ഈ ഓപ്പറേറ്റർമാര് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ഇവർ ഈ 10 ദിവസം ഈ മൗനവ്രതവും ഒപ്പം തന്നെ ഈ ശ്വാസക്രിയകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് മടങ്ങുമ്പോൾ ഈ സെന്ററുകൾക്ക് അവർ ലക്ഷങ്ങളാണ് കൊടുത്തിട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ബിസിനസ്സുകാർ എല്ലാവരും തന്നെ വിപാസന മെഡിറ്റേഷൻ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. ഇവരിങ്ങനെ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുകൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്, ഈ ഒരു സംവിധാനം. അതുകൊണ്ടാണ് ഇത് ലോകത്ത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതിന് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് ലോകം മുഴുവനുണ്ട്, വിദേശികൾ അടക്കം. ഈ വിപാസനയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് മലയാളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ പറഞ്ഞിട്ടോ അല്ല, വിദേശികളുടെ വീഡിയോ കണ്ടും വിദേശികൾ പറഞ്ഞിട്ടുമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇത് കൂടുതൽ പഠിച്ചു വന്നപ്പോഴാണ് റഷ്യയുടെ ഈ ബോംബർ വിമാനം പറത്തുന്ന പൈലറ്റുമാരുണ്ട്, ഇവർക്ക് ഇതിന്റെ ട്രെയിനിങ് ഇവർ കൊടുക്കാറുണ്ട്. ഈ ടിബറ്റിൽ നിന്നുള്ള ബുദ്ധിസത്തിന്റെ ആ ഒരു ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധവിമാനം പറത്തുന്ന പൈലറ്റിന് അസാമാന്യമായ മനക്കെട്ടി വേണം. കാരണം ഈ യുദ്ധവിമാനം പറത്തുന്ന കൂട്ടത്തിൽ തന്നെ ഈ ശത്രുക്കളുടെ മിസൈൽ ആക്രമണവും മറ്റുമൊക്കെ ഏത് നിമിഷം ഇവരുടെ അടുത്തുകൂടെ ചീറിപ്പാഞ്ഞ് പോകാം. അത് പോകുമ്പോൾ പോലും മനസാന്നിധ്യം കൈവിടാതെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഈ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ബേസിക്കലി ഒരു ട്രെയിനിങ്, ബാക്കി അവരുടെ ആയുധങ്ങളൊക്കെ ഉള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇത് അവരുടെ മനസ്സിനെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ട്രെൻഡാണ്. നമുക്കറിയാം ലോകത്തെ എമ്പാടും ഈ സംസ്കാരങ്ങൾ എന്ന് പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആ സംസ്കാരങ്ങളിൽ വേരിയേഷൻ വരും, സ്വാഭാവികമാണ്. പഴയ കാലത്തെ സംസ്കാരമല്ല. പക്ഷെ ലോകത്തെ വീശിയടിക്കുകയും ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ കഴിഞ്ഞൊരു സംസ്കാരം പാശ്ചാത്യ സംസ്കാരമായിരുന്നു. റാപ്പ് മ്യൂസിക്കുകളായിരുന്നു, ഇല്ലെങ്കിൽ അവരുടെ ഡാൻസുകളായിരുന്നു. അത് ഓരോ രാജ്യത്തേക്കും, ഇപ്പം യൂറോപ്യൻ കൺട്രീസിൽ അത് സ്മോളറിയോടുകൂടിയാണ് തുടങ്ങുന്നതെങ്കിൽ അത് ഈ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് കഞ്ചാവ് പുകയ്ക്കുന്നതിലേക്ക് എത്തുന്നു. അത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അത് വരുമ്പോൾ ഇടതുപക്ഷ സംഘടനകളോ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തോ ചേർന്ന് നിൽക്കുന്നവരാണ് അത്രയും ഒരു പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് അവർ അത്തരത്തിലുള്ള ഒരു റാപ്പ് റേപ്പ് അതേ മോഡലിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഒരു 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 പ്രസ്ഥാനം. പക്ഷെ ഇന്ത്യൻ സംസ്കാരത്തിൽ എന്നും സംഗീതത്തിനും നൃത്തത്തിനും വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പുരാണങ്ങളിലുണ്ട്. നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെയൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ മുമ്പ് ബാല എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നൃത്തവും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കഥാപ്രസംഗം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒക്കെ തെക്കൻ മേഖലയിലൊക്കെ പല ക്ഷേത്രങ്ങളിൽ വില്ലടിച്ചാൻ പാട്ടുണ്ട്.
അയ്യപ്പൻ പാട്ടുണ്ട്. ഈ ശബരിമല 41 വന്ന അയ്യപ്പൻ പാട്ടുകളുണ്ട്. അത് വടക്കൻ ജില്ലകളിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇത്തരം ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരൊറ്റയ്ക്കല്ല, അതായത് ഈ പാടുന്നവരൊറ്റയ്ക്കല്ല. ഇതിനോടൊപ്പം തന്നെ അവിടെ ഇരിക്കുന്ന അത്രയും പേരും കൈകൊട്ടുകയും ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ ഇതിനൊക്കെ ഒരു ചർച്ചയെ ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ കഴിയുന്ന യൂത്ത് ആണല്ലോ. ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂത്ത് കുട്ടികളാണ്. ഈ കുട്ടികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഭഗവാൻ ശിവന്റെയും കൃഷ്ണന്റെയും ഒക്കെ പടങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോകളും ഒക്കെ അതിനൊരു പരിധി വരെ ഇന്ത്യൻ ടെലിവിഷൻ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പം ശിവന്റെ ഒക്കെ സീരിയലും മറ്റുമൊക്കെ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുൻപ് നമ്മൾ ഈ മുടിയും താടിയും നീട്ടി വളർത്തിയ ഒരുപാട് യുവാക്കളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിരുന്ന കഞ്ചാവ് എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അവരെ ഒന്ന് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കോളൂ. അവരതുപോലെ അല്ല. ഇപ്പോൾ അവരുടെ കഴുത്തിൽ ഒരു രുദ്രാക്ഷമാല ഉണ്ടാകും, ഇല്ലെങ്കിൽ അവരുടെ കയ്യില് രുദ്രാക്ഷത്തിന്റെ ബ്രേസ്ലെറ്റോ ഇല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകും. ആ കുട്ടികളിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. അതിൽ പലരും ഇപ്പോൾ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്. ഒരുപക്ഷെ അവരുടെയൊക്കെ ചിലപ്പോൾ അറിവുകൾക്ക് മുമ്പിൽ നമ്മൾ പോലും പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, കാലാനുസൃതമായി മാറിയിരിക്കുന്നു. അപ്പൊ സംഗീതവും കാര്യങ്ങളും ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതാണ്. അതിന്റെ ഒരു ഉച്ചസ്ഥായിൽ നിന്ന്, കാരണം നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, നമ്മുടെ നെതർലാൻഡിലാണോ എന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു ഗോത്രവർഗത്തിന്റെ ഒരു MP ഒരു യുവതി ആ പാർലമെന്റിൽ നടത്തിയ ഡാൻസ് നമുക്ക് ന്യൂസിലാൻഡിൽ നമ്മൾ കണ്ടതാണത്. അപ്പൊ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇന്ത്യയില് നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്ന പാശ്ചാത്യപരമായ ഡാൻസും ഈ പറയുന്ന പാശ്ചാത്യ സംഗീതവും വിട പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോ നമുക്ക് വരുന്ന വാർത്ത, ഇത് ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടാണ് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ജെൻസി സംഘടിക്കുന്നു ഭജൻസ് ക്ലബ്ബുമായിട്ടെന്നാണ് അവര് പറയുന്നത്. അതിനകത്ത് അവർ പ്രധാനപ്പെട്ട പറയുന്നത് ഈ അഹമ്മദാബാദിലാണ് ഈ ഭജൻസ് ക്ലബ്ബ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നൈറ്റ് ക്ലബ്ബുകൾ എന്നുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് നൈറ്റ് ക്ലബ്ബുകൾ. ഈ നൈറ്റ് ക്ലബ്ബുകളൊക്കെ ഇപ്പോൾ ഈ ഭജൻസിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ അവിടെ ഭജൻസ് ആണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത്തരം റീൽസുകളാണ് വരുന്നത്. ബാംഗ്ലൂരു, ദില്ലിയിലൊക്കെ ഗസൽ കച്ചേരി നടത്തുന്നിടത്തൊക്കെ ഇപ്പൊ ഈ ഭജൻസുകൾ വന്നിരിക്കുന്നു. കൃഷ്ണൻ, രാമൻ, ശിവൻ തുടങ്ങിയവരുടെ ആ ഒരു ഗാനങ്ങളാണ് കൂടുതലായിട്ട് ഇതിൽ ആലപിക്കുന്നത്. ഇത് BBC ഹിന്ദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആധുനികതയും പാരമ്പര്യത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് പുതിയൊരു ട്രെൻഡ് ഇന്ത്യയിൽ രൂപപ്പെടുന്നു എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മന്ത്രങ്ങൾ വളരെ ഈണത്തിൽ ആധുനിക എക്വിപ്മെന്റുകളുടെ സഹായത്തോടു കൂടി എത്തിക്കുന്നതും യുവതികളുടെ ഇടയിലേക്ക് അത് എത്തിക്കുന്നതും വലിയ പ്രാധാന്യം വഹിക്കുന്നു. ഇവിടെയാണ് ധനുഷ് നേരത്തെ MG ശ്രീകുമാറിന്റെ ഗാനമേള കാണാൻ പോയപ്പോൾ അവിടുത്തെ യുവാക്കളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഈ BBC അത് പറയുന്നുണ്ട്. ഏത് ഡ്രസ്സും ധരിച്ച് നിങ്ങൾക്ക് ഇവിടെ വരാം, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് എത്തുന്നത് പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം, ഇപ്രാവശ്യത്തെ ബീഹാർ തെരഞ്ഞെടുപ്പില് ഒരു പെൺകുട്ടി BJP സീറ്റ് കൊടുത്തു. അവർ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല, ഭജൻസ് പാടുന്ന ഒരു പെൺകുട്ടിയാണ്. മൈഥിലി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. വലിയ ഭൂരിപക്ഷത്തിൽ ആ പെൺകുട്ടി ജയിച്ചു. അപ്പൊ ഞാൻ അവരുടെ ഈ റീൽസും വീഡിയോ ഒക്കെ ഞാനൊന്ന് പരിശോധിക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇതെന്താ സംഭവം എന്ന്. അപ്പൊ ഈ പെൺകുട്ടി നടന്നു പോകുന്നിടത്ത് വലിയ ഒരു ജനക്കൂട്ടം ഇവരെ വലിയ ഭക്തിയാദരപൂർവ്വം കാണുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഭജൻസിന്റെ ട്രെൻഡ് വല്ലാത്ത രീതിയിൽ വരുന്നു, ഒരു ഭക്തിയുടെ രീതി വരുന്നു. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരം മന്ത്രങ്ങളാണ് ഓരോരുത്തർ എഴുതി വിടുന്നത്. ഇത് ഉള്ളതാണോ കള്ളമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഈ വായി വരുന്ന വല്ല എഴുതി വിടുന്നത്, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ ഈ മന്ത്രങ്ങളെ കുറിച്ച്. നമുക്കറിയാം ഓരോരുത്തരും ഓരോ മന്ത്രമൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. കാരണം അതിനർത്ഥം നമ്മൾക്കൊരു മനഃശാന്തി എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ഭജൻ ഗ്രൂപ്പ് വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭജൻ കാണാൻ വരുന്നത് ലക്ഷക്കണക്കിന് പേരാണ്. ഇപ്പോൾ പല ഈ പാശ്ചാത്യ സംഗീതം ആലപിച്ചിരുന്ന കേരളത്തിലുള്ള ഗായകര് പോലും ഇപ്പോൾ നമ്മളുടെ ഈ ഡിവോഷണൽ ആയ ഗാനങ്ങളെ വികലമാക്കിയിട്ടാണെങ്കിൽ പോലും അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. തുള്ളിക്കൊണ്ടും പാടിക്കൊണ്ടുമൊക്കെ നമ്മളെ പല മന്ത്രങ്ങളെയൊക്കെ വേറെ ഒക്കെ മ്യൂസിക് അവർ ചെയ്തിട്ടാണ് തുണി ഊരിക്കളഞ്ഞും. കാരണം അവർക്ക് ശ്രദ്ധ കിട്ടണമല്ലോ. ഒന്നുകിൽ നമ്മൾ പാട്ടിലൂടെ ശ്രദ്ധ നേടണം, അല്ലെങ്കിൽ സ്വന്തം ശരീരം കാണിച്ച് ശ്രദ്ധ നേടണം. ഇതിൽ ഏതെങ്കിലും ഒന്നും കൂടെ വേണമല്ലോ ഒരാൾക്ക് ശ്രദ്ധ നേടാനായിട്ട്. അട്രാക്ഷൻ ഇല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പല രീതിയിലാണ്. അപ്പം അവർക്ക് ചിലപ്പോൾ അതിലേക്ക് കൂടെ ആയിരിക്കും അറ്റൻഷൻ ജനത്തിന്റെ എടുക്കാൻ പറ്റുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ പറയുന്നു. അത് കൂടാതെ തന്നെ ഇത് വലിയ രീതിയിൽ തന്നെ DJ പാർട്ടികളിൽ ഒരു ഹരമായി മാറുന്നു. ഈ ഓം നമ ശിവായ, അതുപോലെ ശിവോഹം, ശിവ എന്നൊക്കെ തുടങ്ങുന്ന ഇത് മാത്രം, അതായത് വേറെ മന്ത്രങ്ങളൊന്നുമില്ല, ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ മാത്രം DJയിലൂടെ കേൾപ്പിച്ചിട്ട് ഒരു മാസ്മരിക ലഹരിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച. അതായത് പുതിയ ട്രെൻഡ്. ഇവിടെ ഇതിനെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
മറ്റ് പാർട്ടികളിലൊക്കെ മറ്റ് ഡാൻസുകളും ഒക്കെ, അതായത് ഈ പിന്നെ റാപ്പും റേപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും സഹകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എതിർപ്പും. പക്ഷെ ഇത് എല്ലാവരും സഹകരിക്കുന്നു. കാരണം എന്താ അറിയാം, വെള്ളവടിയില്ല, ഇല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല, അടിയില്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തോ ഇതൊന്നുമില്ല. ഇത് വല്ലാത്ത ലഹരിയിലേക്ക് പോകുന്നു. ഇനി ഇതിലും രസകരമായിട്ടൊരു റിപ്പോർട്ടിങ് വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, പലയിടങ്ങളിലും ചില ഹോട്ടൽസ് അടക്കം ഈ മെഡിറ്റേഷൻ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കുറച്ച് കൗതുകം തോന്നിയത് സംഭവം. ഇതിനകത്തൊരു ഗുഹയുടെ സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ നമുക്ക് ഒരു ആ അറ്റ്മോസ്ഫിയർ അവിടെ കൃത്യമായി, കാരണം ഈ ടൗണുകളിലും സിറ്റികളിലും ഒക്കെ കുറച്ചു നേരം റിലാക്സ് എടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ യോഗ സെന്ററിലൊക്കെ ഈ ഷോർട്ട് ടൈം കോഴ്സിനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഈ ബാങ്ക് എംപ്ലോയീസുകൾ, ബിസിനസ് എക്സിക്യൂട്ടീവ്സുകൾ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യം ഇപ്പൊ പലയിടത്തും ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷെ കേരളത്തിലും അത് വന്നുകൂടായികയില്ല. ഇപ്പം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം ഇരിക്കുവാനും അവിടെ ഒരു മ്യൂസിക് ചെറുതായിട്ട് വരികയും ഇവർ കുറച്ചു നേരം ശാന്തമായിരുന്നവരെ ആകുവാനും പറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പം ഒരു സംസ്കാരത്തിന്റെ തിരിച്ചുവരവ് എന്നുള്ളതല്ല, ഗംഭീര തിരിച്ചുവരവ് എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കാരണം ഇന്ത്യ ഒരു യൂത്ത് ഓറിയന്റഡ് കൺട്രിയാണ്. 55% യൂത്ത് ആണ്. ആ യൂത്ത് വലിയ രീതിയിൽ തന്നെ ഇത്തരം ഭജൻസിലൂടെയും മന്ത്രങ്ങളിലൂടെയും, അതിപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറണം. പണ്ട് നമ്മുടെ ഹാർമോണിയവും കൈമണിയും ഒക്കെ ആയിരുന്നെങ്കിൽ കാലം മാറി. അന്നത്തെ കോളാമ്പി അല്ലല്ലോ ഇന്നുള്ളത്. കാലം മാറി. അതുപോലെ തന്നെ ഇവർക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ ശക്തമാണ്. ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വഴിതെറ്റുന്നില്ല, പകരം ഭക്തി കൂടിയാലും പ്രശ്നമാണ്. പക്ഷെ ഭക്തിയുടേതായ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ ഈ വയലന്റ് ആകുന്നത്, ഇല്ലെങ്കിൽ വയലൻസിൽ നിന്ന് കുറച്ച് ആളുകൾ മാറുമല്ലോ എന്നൊരു കാര്യമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ കേരളത്തിലെ കുറെ ചെറുപ്പക്കാർ നടത്തുന്ന ഭജൻ സംഘങ്ങളുള്ളത്. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഭജൻസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് എന്തായിരുന്നു നമ്മൾ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുവാനായിട്ട് ഇവിടുത്തെ ഒരു വിഭാഗം ആളുകളും വിദേശ ശക്തികളും ശ്രമിച്ചിരുന്നത്, എന്നാൽ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെ ഈ ആധുനിക കാലത്ത് എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഭജൻസ് ക്ലബ്ബുകൾ എന്ന രീതിയിൽ വരുന്നു. അത് ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UP-യിൽ പറഞ്ഞ ജൻസ് രാമഭക്ത് എന്നുള്ളതുപോലെ തന്നെ ജൻ ശിവ വന്നിട്ടുണ്ട്, ജൻസ് കൃഷ്ണ വന്നിട്ടുണ്ട്. ഈ ഹരേ രാമ ഹരേ കൃഷ്ണയൊക്കെ നേരത്തെ മുതൽ തന്നെ പാട്ടും ഡാൻസും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോ അതെല്ലായിടത്തും ജനകീയമായിരിക്കുന്നു എന്ന് തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ പറയാം ഇതിന്റെ പിന്നിൽ RSS അജണ്ടയാണെന്നൊക്കെ. ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചാലും തെറ്റൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ RSSന്റെ മിക്ക പരിപാടിയിലും ഗണഗീതം കൂട്ടമായിട്ട് ആലപിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു. ഇതിപ്പോ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല, ക്രിസ്ത്യൻസ് വലിയ രീതിയിൽ തന്നെ അവരുടെ ഭജൻസും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പെന്തുക്കോസ് പോലുള്ള വിഭാഗങ്ങള് കൂട്ടപ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. അവിടെ കൂട്ടപ്പാട്ടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യൻസും ഇതേ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ലത് തന്നെയാണ്. അതിപ്പം ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും യഹൂദനായാലും ഒക്കെ ഭക്തിയുടെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയായിരിക്കും. അക്രമത്തിലൊന്നും തിരിയാതെ പോകാൻ കഴിയുമായിരിക്കും. ഏതായാലും ഇന്ത്യയിൽ പുതിയ ഒരു തരംഗം, ഒരു പുതിയ ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നു. ഈ അഹമ്മദാബാദിലെ ക്ലബിന്റെ ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് 19 ലക്ഷം പേരാണ് അവരെ സബ്സ്ക്രൈബ് ചെയ്തത് തന്നെ, അവരുടെ സോഷ്യൽ മീഡിയ. ഒരാഴ്ച കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഈ ഭജൻസ് ക്ലബ്ബ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് അതിന്റെ സംഭവം എന്നുള്ളത്. തുടങ്ങിയതേ ഉള്ളത്. അപ്പൊ എല്ലായിടത്തും ആയി ഭജൻസ് ക്ലബ്ബ്. ഇനി കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പം തുടങ്ങുമായിരിക്കും. സോഷ്യൽ മീഡിയ ആണല്ലോ ഇങ്ങനെയുള്ള ക്ലബ്ബും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഞാൻ കണ്ടില്ല, ഉണ്ടായിരിക്കും. അത് നല്ല കാര്യം തന്നെയാണ്. ഒരു വലിയ ചേഞ്ച് എന്ന് തന്നെ പറയാം.